ആൻസൂട്ടൻ രാവിലെ അങ്ങനെ സ്കൂളിൽ പോയി. ചേട്ടനാണെങ്കിൽ കാറ് കഴുകുന്ന തിരക്കിലുമാണ്. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മാമായർത്ത് ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആൻസൂട്ട സ്കൂളിൽ പോവാണ് കേട്ടോ. പെൻസിലെടുത്താർന്നോ? ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ചേട്ടൻ്റെ കടയിലെത്തി. എന്ത് കടയാണെന്ന് എല്ലാവരും ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ബേക്കറി വിത്ത് കൂൾബാറാണെന്ന്. ചേട്ടനാണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഫേസ്ബുക്കിനകത്ത് ഒന്നും അറിയാൻ പാടില്ല, ചുമ്മാ ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വെറുതെ വന്നതാണ് കേട്ടോ കടയിൽ. ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും നമ്മൾ ഇന്നെടുത്തൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വന്നതാണ്. കടയിലിങ്ങനെ വന്നു. എന്നാൽ പിന്നെ എല്ലാവരും കൂടി ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. ചേട്ടനിവിടെ കടയിൽ ഇരുന്ന് ബോറടിച്ച് ഇടയ്ക്കൊക്കെ ഇറങ്ങി നടക്കും. ഞാനിവിടെ കുത്തിയിരിക്കും. ചേട്ടൻ വരും, ചേട്ടനിരിക്കും, ഞാനെണിക്കും. എനിക്കാണെങ്കിൽ നല്ല സൂപ്പർ ഒരു നാരങ്ങ വെള്ളം ഇട്ട് തന്നിട്ട് നല്ല ലെമൺ ലൈം ജ്യൂസ് ഒന്നും അതിൻ്റെ പേര്, മുളകൊക്കെ ഇട്ടൊരു സ്പെഷ്യൽ ജാക്സൺ സ്പെഷ്യൽ ജ്യൂസ്. പക്ഷെ നല്ല സൂപ്പറായിരുന്നു, നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സംഭാരം കുടിക്കാനായിട്ട് വന്നു. സംഭാരം എനിക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെല്ലുമ്പോൾ ചേട്ടൻ ഉണ്ടാക്കി തരുമോ? കാന്താരി മുളകൊക്കെ ഇട്ട് നല്ല ചുവന്നുള്ളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി സംഭാരം ഉണ്ടാക്കുമോ? നാളെ ഉണ്ടാക്കി തരും കേട്ടോ. ഇന്നല്ല, നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കി തരും. മോരാവണം. അപ്പുറം പാക്കറ്റ് മോര് വാങ്ങിയാലോ? അപ്പം നമ്മൾ എത്രമാത്രം പറഞ്ഞാൽ സൗണ്ട് എത്രമാത്രം ക്ലാരിറ്റിയോട് കൂടി കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. റോഡ് സൈഡാണ് നമ്മുടെ കട. അറേബ്യൻ ബേക്കേഴ്സ് ആൻഡ് കൂൾ ബാർ. ഫ്രഷ് ജ്യൂസ്, ഫ്രഷ് ലൈം, ഐസ്ക്രീം, ഷേക്ക്, സോഡ എന്നൊക്കെ ബോർഡിനകത്തുണ്ടെങ്കിലും ഷേക്ക് ഞാൻ ഇന്ന് വരെ ഇവിടെ കണ്ടിട്ടില്ല. നോക്ക്. ചേട്ടന് സത്യം പറഞ്ഞ കടയിലിരിക്കാൻ സമയം കിട്ടാറില്ല. ചേട്ടനാണ് ഇങ്ങനെ പരക്കം പാഞ്ഞ് പറന്ന് നടക്കുന്ന ലീവായതുകൊണ്ട്. ചേട്ടന് ഒരു 10-100 വാഴയുണ്ട്. പിന്നെ നാട്ടിലില്ലാത്ത ഫ്രണ്ട്സിൻ്റെ ഒരു പാവം പൊടിച്ച ഒരു അമ്മച്ചിയുണ്ട്. എല്ലാ കാര്യത്തിലും 3-4 വീട്ടിലെ കാര്യങ്ങൾ മൊത്തത്തിൽ ഓടി നടന്ന് ആരോഗ്യം ചെന്നിട്ടിരിക്കും. അവിടെ ഇടുക്കി കളക്ടർക്ക് പോലും ഇത്രയും തിരക്കില്ല കേട്ടോ. അല്ല, എന്നെ കുറച്ച് ആക്കണമല്ലോ, തിരിച്ചെന്തേലൊക്കെ തരണ്ടേ? എല്ലാം പറയാനുണ്ടോ? ചേട്ടന് കടയിലിരിക്കാൻ സമയം കിട്ടാറില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിൻ്റെ തിരക്കാണ് കൂടുതലും. സത്യത്തിൽ ഞാൻ അവർക്ക് കല്യാണത്തിന് മുമ്പ് പിന്നെയും ചേട്ടനെ കാണാൻ കിട്ടുമായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചേട്ടനെ എനിക്ക് കാണാൻ കിട്ടാറില്ല. അതുകൊണ്ട് പല ദിവസവും എന്നോട് ഞങ്ങളൊന്ന് വഴക്ക് കൂടിയിട്ടുള്ള പൊരിഞ്ഞടി അടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വഴക്ക് കൂടണം, അല്ലെങ്കിൽ അഹങ്കാരിയായി പോകും ചേട്ടൻ. ചേട്ടന് എന്നും സമാധാനം കൊടുക്കരുത്. എന്നും സമാധാനം കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടന് ഭയങ്കര അഹങ്കാരമായി പോകും. എന്നെ എപ്പോഴും വഴക്ക് പറയും. എന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറഞ്ഞല്ലെന്നേ, ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതെന്ന്. അപ്പം ഞാൻ ഓർക്ക് കാര്യം പറഞ്ഞാലേ ഇങ്ങനെയാ, അപ്പോൾ പിന്നെ വഴക്കായിട്ട് പറഞ്ഞ എന്തായിരിക്കും എൻ്റെ അവസ്ഥ. കാരണം കുറേ നാളായിട്ട് വഴക്കുകളൊന്നും കേൾക്കാതെ സുഖമായിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അന്ന് പിടിച്ചു കെട്ടാൻ ആരുമില്ലായിരുന്നു. ഇപ്പൊ പിടിച്ചു കെട്ടി കഴിഞ്ഞില്ല. പിടിച്ചേട്ടാ ഞാൻ കുതിരയാണ്. ഇപ്പൊ അങ്ങനെയല്ലോ. ഇപ്പൊ എങ്ങോട്ടേക്കും പോവാ, എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ചോദിക്കണ്ടേ? അത് ഞാൻ ചോദിച്ചിട്ടാ പോവാറുള്ളൂ.
ഞാൻ നിസാറിന് സൊമാറ്റോയിൽ നിന്നൊക്കെ എന്നും ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരുന്ന എന്നിട്ട് കേവലം ഒരു മസാല ദോശ വാങ്ങാൻ വേണ്ടി ഞാൻ എത്ര നേരം വാദോരാതെ സംസാരിച്ചു എന്നറിയാവോ. ഹോട്ടൽ വിനായകയുടെ മസാല ദോശയെക്കുറിച്ച് ഇത്രയും പുകഴ്ത്തി ലോകത്ത് ആരും ഇന്നുവരെ പറഞ്ഞ ചരിത്രം ഉണ്ടാവില്ല. അവസാനം വാങ്ങിച്ച് 4 എണ്ണം വാങ്ങിച്ചിട്ട് ഒരെണ്ണം ഞാൻ ഇവിടെ കടയിൽ കൊടുത്ത് തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കരിമണ്ണൂരത്തെ മസാല ദോശ ഇഷ്ടം. ഹോട്ടൽ ശ്രീവിനായകൻ അത്രയ്ക്ക് ഫേമസ്, അവരുടെ സ്പെഷ്യൽ മസാല ദോശ ഞാൻ വാങ്ങി. എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്ക് കരിമണ്ണൂരത്തെ മസാല ദോശ ഇഷ്ടമുള്ളൂ. കരിമണ്ണൂർ ഏത് കടയാന്ന് പറയാം, നമുക്ക് അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം. വേണ്ട പറയണ്ടെന്ന്, ഫ്രീ പ്രൊമോഷൻ ഞങ്ങൾ എടുക്കൂല. ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് കാശ് തരണം ഇങ്ങോട്ട് തൊട്ട്. പക്ഷേ ഇവിടുത്തെ ഈ കടയുടെ പേര് അറേബ്യൻ ബേക്കേഴ്സ് എന്നാണ്. നമ്മുടെ കരിമണ്ണൂർ തൊടുപുഴയിൽ വരുമ്പോൾ കരിമണ്ണൂർ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ കട. ഇനി എന്താ പറയണം, അതാരാ? വഴിക്കോടെ പോണവരൊക്കെ നോക്കിയിട്ട് ഞാൻ ചോദിക്കും ആരാന്ന്. പിന്നെ നമ്മുടെ കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനെ ഇവിടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ആ ചേട്ടനെ കണ്ടപ്പം. കാരണം എന്താണെന്നറിയാവോ, ഞങ്ങളുടെ പണ്ടപ്പള്ളിയിലുള്ള ആൾക്കാരെയൊക്കെ ആ ചേട്ടനെ അറിയുമായിരുന്നു. ഞാനൊരു പക്കാ പണ്ടപ്പള്ളിക്കാരി, അറിയാവോ. എന്നിട്ട് ഈ ചേട്ടൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ വരുമ്പം അവരോട് പറയണതാ, ഞാൻ കുറുമ്പാലമറ്റത്തുള്ളതാന്ന്. ഞാൻ പണ്ടപ്പള്ളിക്കാരിയാന്ന് ആരോടും പറയുള്ളൂ. വീട് എവിടെയാ? പണ്ടപ്പള്ളി. കണ്ടോ, പണ്ടപ്പള്ളി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്നേഹമാണ് എനിക്ക്. ആർക്കെങ്കിലും കോലുമിഠായി വേണോ? ആ ഞാൻ വിടും. അതിൻ്റെ വിടില്ലാത്ത ചേട്ടൻ പറയാ നമ്മൾ വഴക്കൂടുന്ന കാര്യം ആരോടും പറയണ്ടെന്ന്. ചേട്ടൻ എന്തായാലും പറ ചേട്ടാ എന്നെ കുറിച്ച്. ഇപ്പൊ പറ ചേട്ടാ, എനിക്ക് വൈകുന്നേരം പോസ്റ്റ് ചെയ്യാൻ. ഇത് പോസ്റ്റ് ചെയ്യാൻ ചേട്ടാ, എനിക്ക് വൈകുന്നേരം ഇടാൻ വീഡിയോ ഇല്ല ചേട്ടാ. എല്ലാരും എന്നെ കാണാൻ കാത്തിരിക്കും. ഞാൻ പാവല്ലേ. കുറ്റം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയട്ടെ. കറി വെച്ചാലും എന്ത് വെച്ചാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് പറയട്ടോ. കറി വെച്ചാട്ടേ മുളക് ഞാൻ പറയട്ടെ. എൻ്റെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു എന്തിനാ ഇത്രയും മുളക് പൊടി ചേർക്കണേ, എന്തിനാ ഇത്രയും പച്ചമുളക് ചേർക്കണേന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ ഏറ്റവും വലിയ വിരോധിയാണ് ഈ നിൽക്കുന്നത്. ഞാൻ അവിടെ വന്നത് പിന്നെ മുളക് ഞാൻ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ, ഒരു എരിവ് കൂട്ടിയിട്ട് എത്ര നാളായെന്നറിയാമോ. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് സുഹൃത്തുക്കളാണ്. പക്ഷെ അടിപൊളിയായിട്ട് മീൻകറി വെക്കും കേട്ടോ. നാളെ മീൻകറി വെച്ചിട്ട് നല്ല സൂപ്പറായിരുന്നു. സൂപ്പർ മീൻകറി, വാള മീൻകറി ചേട്ടനാണ് വെച്ചത്. വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഞാൻ അന്നേരം ഭയങ്കര തിരക്കായിരുന്നു. വീഡിയോ പിടിക്കാനേ എനിക്ക് പറ്റിയില്ല. നല്ല സൂപ്പറായിട്ട് മീൻകറി വയ്ക്കും. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് പറ. ചേട്ടന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാട്ടോ. എനിക്ക് സത്യത്തിൽ കുക്ക് ചെയ്യാൻ അറിയില്ല. നമ്മുടെ ഇനി ചേട്ടൻ സ്പെഷ്യൽ മീൻകറി ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ വരുന്നു. ആ ചേട്ടൻ സൂപ്പറായിട്ട് മീൻകറി വയ്ക്കുക. അപ്പം നമ്മളിന്ന് നേരത്തെ കടയടച്ച് പോകാനുള്ള പരിപാടിയൊക്കെയാണ്. ഇവിടെ ആണെങ്കിൽ കുറേ എന്താ പാത്രങ്ങളൊക്കെ ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല വിശേഷം എന്ന് പറയാൻ. വീട്ടിൽ അമ്മച്ചി അവിടെ ഉണ്ട്. അമ്മച്ചി എല്ലാവരും കമൻറ്റിൽ പറഞ്ഞു അമ്മച്ചിക്ക് 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നി ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പം. അമ്മച്ചി ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അറിഞ്ഞ പോലും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ചേട്ടൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ചേട്ടന് വീഡിയോ എടുത്ത് നോക്കാനൊന്നും അറിയാൻ പാടില്ല. അതാണ് വേറൊരു കാര്യം പറഞ്ഞു. ചേട്ടൻ അങ്ങനെയൊന്നും എടുത്ത് നോക്കുകയില്ല. അതെ, ഒരു മിനിറ്റ് കൂടുതലൊന്നും ഒരു വീഡിയോയിലേക്ക് നോക്കിയിരിക്കില്ല. അത്രയ്ക്ക് ക്ഷമയൊന്നുമില്ല. ക്ഷമ തീരെ കുറഞ്ഞ വ്യക്തിയാണോ എന്ന് എനിക്കൊരു സംശയം. പിന്നെ എന്നോട് പറഞ്ഞ് കടയിലേക്ക് കൂടുതൽ വരണ്ട, ഐസ്ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടയിൽ വന്നിട്ട് പോകുന്നില്ല. കൊച്ചിന് കുറച്ച് സിപ്പപ്പ് എടുത്തോണ്ട്. ഓക്കെ, സിപ്പപ്പ് എടുത്തോണ്ട്. കുൽഫി വാങ്ങാറുണ്ടോ? ഐസ്? അപ്പം ഞാൻ സ്ഥിരം വരാം. ഞാൻ വന്നേ പിന്നെ ചേട്ടൻ പറയാ ചേട്ടൻ കട കൊടുക്കാൻ പോവാന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബേക്കറി ഉള്ള ചേട്ടനെ കല്യാണം കഴിച്ചത്.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ അത് പാല് വീട്ടിൽ കൊണ്ടുപോകണ്ടല്ലേ? ഇത് വേണോ? പാല് കൊണ്ടുപോകണ്ടല്ലേ? ഇത് വേണം. ഞാൻ പാല് കൊണ്ടുപോകണ്ടേ? പാല് ആ ആ വീട്ടിൽ കൊണ്ടുപോയി ചേർത്തി കുടിക്കാൻ. കുടിക്കുമല്ലോ. കുടിക്കും. അവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ. പോവാണോ? അപ്പൊ ഇത് തിന്നണ്ട തിന്നണ്ട നൈസാ. കടയിൽ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, പിന്നെ പറയാം. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ പോയി കേട്ടോ. ഇനിയിപ്പം ഞങ്ങൾ അധികം താമസിക്കാതെ വീട്ടിലേക്ക് പോവുകയാണ്. കടയൊക്കെ അടച്ച് നേരത്തെ പോയിട്ടൊരു കാര്യമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പോവുകയാണ്. ചേട്ടനാണെങ്കിൽ ഞാൻ വീഡിയോ പിടിച്ചു വേഗം എല്ലാം എടുക്കെന്ന് പറയുക. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം. ആൻസൂട്ട് സ്കൂളിൽ പോവാണ് കേട്ടോ. പെൻസിലെടുത്തായിരുന്നോ? ആ പ്രാർത്ഥിച്ചിട്ടോക്കോ. ചെരുപ്പൊക്കെ എവിടെടാ? എടാ വെള്ളമൊക്കെ എടുത്തോടാ ആനസേ. ആ അവിടെ ഉണ്ടല്ലേ. ആൻസൂട്ടൻ രാവിലെ അങ്ങനെ സ്കൂളിൽ പോയി. ചേട്ടനാണെങ്കിൽ കാറ് കഴുകുന്ന തിരക്കിലുമാണ്. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മാമായർത്ത് ബിസി മാൻ. നല്ല വെയിലാണ് കേട്ടോ ഇങ്ങോട്ട്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. ഇതാ നിൽക്കണ പ്ലമേറിയം വെള്ള പൂ കണ്ടോ? ആ പൂവിൻ്റെ പേരാണ് ഞാൻ ആദ്യമായി ചോദിച്ച് ചേട്ടനോട് മിണ്ടിയത്. അതാണ് പ്ലമേറിയം. പിന്നെ ബൊമ്മാസും സ്വീറ്റിയൊക്കെ ഇവിടെ ഭയങ്കര തീറ്റ കഴിക്കുന്ന മത്സരത്തിലാണ്. അവർ ബിസിയൊക്കെയാണ്. ബാസ്ക്കും അപ്പുറത്തുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു.